നമസ്കാരം. നമ്മൾ എത്തി നിൽക്കുന്നത് പന്തളം ഉളവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കറിയാം, നമുക്കെല്ലാം പഴമയുടെ കാഴ്ച വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഴമ ഇഷ്ടപ്പെടുന്ന തോമസ് അച്ചായൻ്റെ നാടൻ കോഴികളോടുള്ള സ്നേഹം കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ വർഷക്കാലം കൊണ്ട് തനി നാടൻ കോഴികളെ ഇവിടെ ഓമനിച്ചും പരിപാലിച്ചും വളർത്തുന്നുണ്ട്. ഒരുപാട് കളക്ഷൻ, വ്യത്യസ്ത കളറുകളും വർണ്ണങ്ങളും ഒക്കെ അടങ്ങുന്ന തനി നാടൻ സംരക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. നമസ്തേ, എൻ്റെ പേര് തോമസ് ജോസഫ് എന്നാണ്. പന്തളത്തിനും നൂറിനാടിനും ഇടയിൽ ഉളവുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കുറച്ച് നാടൻ കോഴികളെ വളർത്തുന്നുണ്ട്. 250 നാടൻ കോഴികളുണ്ട്. അതെനിക്കൊരു ഇഷ്ടത്തിന് വേണ്ടിയാണ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയല്ല കൂടുതൽ. എന്നാൽ തന്നെയും കുറച്ച് കോഴികളെ ഞാൻ വിൽക്കും. അതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റതിൻ്റെ ചിലവിന് വേണ്ടിയാണ് ഞാൻ വിൽക്കുന്നത്. കുറച്ച് ഒരു ദിവസം 2 കോഴി അട വയ്ക്കും. ചിലപ്പോൾ 10-20 കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ദിവസം കിട്ടും. അത് നമ്മൾ മുമ്പേ വിളിക്കുന്നവർക്കാണ്, നമ്മൾ ബുക്ക് ചെയ്ത് വിളിക്കുന്നവർക്കാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിൽ ഒരു കോഴിയും ഈ നാടൻ കോഴിയല്ലാതെ ഒരു കോഴി പോലും ഇല്ല. എല്ലാം തനി നാടനേ ഉള്ളൂ. അതല്ലെന്ന് പ്രചരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഇത്രയും കോഴികളെ ഞാൻ വെറുതെ കൊടുക്കാം. ഒറ്റ കോഴി പോലും നാടൻ കോഴി അല്ലാത്തത് എൻ്റെ കയ്യിലില്ല. ഈ പുള്ളിക്കോഴിയുടെ കുറേ വെറൈറ്റി ഉണ്ട്. പുള്ളിക്കോഴിയുടെ കുറേ വെറൈറ്റി ഉണ്ട്. പുള്ളിക്കോഴി കാപ്പിപ്പൊടി പുള്ളിയുണ്ട്, റെഡ് ഡേ പുള്ളിയുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. അങ്ങനെ അതിനകത്തിൽ തന്നെ കുറുങ്കാലി, നേക്കഡ് നെക്ക്, കാപ്പിരി, താടി, തൊപ്പി, അങ്ങനെ പല വെറൈറ്റി കോഴികൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഈ പഴമയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു പഴമ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ്? ഈ നാടൻ കോഴി ഞാൻ എൻ്റെ വീട്ടിൽ നേരത്തെ തൊട്ട് എൻ്റെ വീട്ടിൽ ഈ നാടൻ കോഴികളെ വളർത്തിയിരുന്നു. ഓരോരുത്തർക്കും ചിലർക്ക് പട്ടി, ചിലർക്ക് കോഴി എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഈ കോഴികളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കോഴികളെ വളർത്തുന്നത്. തനി നാടനോട്ടൊരു ആഗ്രഹം. എല്ലാം എനിക്ക് തനി നാടനാണ് ഇഷ്ടം. ഈ നിൽക്കുന്ന തെങ്ങുകൾ മൊത്തം തനി നാടൻ തെങ്ങുകൾ മേടിച്ച് ഞാൻ വെച്ചതാണ്. അതുകൊണ്ട് ഇത്രയാണൊക്കെ ഇത് നാടൻ തെങ്ങ് ഒരു 6 വർഷമായാലും ഇത് മൊത്തം നാടൻ തെങ്ങ്. നാടൻ തനിമയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ കോഴികളെ മാത്രം വളർത്തുന്നത്. ഞാൻ മറ്റൊരിടത്തുനിന്ന് കോഴികളെ അങ്ങനെ വാങ്ങാറില്ല. മുട്ട വിൽക്കാൻ എൻ്റെ കയ്യിലില്ല. ഈ 2 കോഴി എന്തായാലും ഒരു ദിവസം അടയാവും. അതിനും അട വയ്ക്കാനുള്ള കോഴികൾ. ഒരു കോഴി ഇടുന്ന മുട്ട എല്ലാം തന്നെ അട വയ്ക്കാൻ കൊള്ളരുത്. അതിനകത്തിൽ ആ മുട്ടകൾ തിരിഞ്ഞ് എടുക്കാറുള്ളൂ. വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ വിളിക്കുന്നതായിരിക്കും സൗകര്യം. എനിക്ക് വേറെ പല പരിപാടികളുണ്ട്. അതുകൊണ്ട് വൈകിട്ട് 7 മണിക്ക് ശേഷം 10-10:30 വരെ ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ കൊടുക്കാനെന്ന് വെച്ചാൽ മുമ്പേ വിളിക്കും. എല്ലാവർക്കും കിട്ടിയില്ലെന്നും പറഞ്ഞ് കുറെ പേര് ഇത് പറയുന്നുണ്ട്. ഫോൺ എടുക്കത്തില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിയുടെ കീഴിൽ മുട്ട വെച്ച് അട വെച്ച് ഞാൻ കുഞ്ഞുങ്ങളെ വിൽക്കത്തുള്ളൂ. അതിന് ഞാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇൻക്യുബേറ്റർ എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഞാൻ ഈ 12.5 വർഷമായിട്ട് ഞാൻ ഈ കോഴികളെ വളർത്തുന്നത്. ഇന്ന് വരെ ഇൻക്യുബേറ്റർ ഞാൻ വെച്ചിട്ടില്ല. രീതിയിൽ തന്നെയാണല്ലോ ഇതിനെ വളർത്തുന്നത്. മണ്ണിലഴിച്ചിട്ട് പോച്ചയൊക്കെ കൊടുത്ത് നെല്ല്, ഗോതമ്പ്, ഈ ചോളത്തിൻ്റെ നുറുക്ക്, അരി, ഇതാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വാക്സിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നുവരെ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇത്രയും നാളായണൊക്കെ. പിന്നെ ഈ നാടൻ തീറ്റ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അസുഖങ്ങളൊന്നും ഇതുവരെ എൻ്റെ കോഴിക്ക് ഉണ്ടായിട്ടില്ല.
ഇത് ഇന്നലെ അല്ല ഒരു ദിവസമായി ഇറങ്ങിയിട്ട് 2 ദിവസമായി. ഇത് ഇന്നിറങ്ങിയ കുഞ്ഞുങ്ങളാ ഈ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വീടിന്റെ മുറ്റത്താണ്. ഇത് പഴയ തനിമയെ തന്നെ ഞാൻ ചതഞ്ഞ് തിന്നുന്ന ആ ഒരു മാർഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ ബുക്ക് ചെയ്താൽ എത്ര ആയാലും വിരിയുന്ന അനുസരിച്ച് മുമ്പേ വിളിക്കുന്നവർക്ക് കോഴിക്കുഞ്ഞിനെ ഞാൻ കൊടുത്തിരിക്കും. തന്നില്ലെന്നും പറഞ്ഞ് പരിഭവമായിരുന്നു. ഞാൻ തന്നിരിക്കും, ഉറപ്പായിട്ട് തന്നിരിക്കും. പിന്നെ അത് ഇച്ചിരി താമസം വന്നാൽ തരും. പിന്നെ രാത്രി ഒരു 7 മണി 6:30 തൊട്ട് എന്നെ 10:30 വരെ വിളിക്കുക. അതാണ് ഞാൻ ഫോൺ എടുക്കാൻ സൗകര്യം. ഇതിനിടയിൽ ഉച്ചയ്ക്കോ വല്ലോ വിളിച്ച് എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമെന്നേ ഉള്ളൂ. അതിന് കെറുവൊന്നും വിചാരിക്കരുത്, വേറെ ഇച്ചിരി പണി കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ തുടങ്ങി. പുതിയ തലമുറയ്ക്കാണെങ്കിൽ ഈ കോഴിയെ പറ്റി ഒന്നും ഒരു കാര്യവും അറിയത്തില്ല. നാടനേതാ, ബ്ലോക്ക് ഏതാ, ഗിരിരാജനേതാ, ഇതൊന്നും അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1,400 വരെ ഇതിൻ്റെ തൂക്കം വരത്തുള്ളൂ. ഈ ഒരു വലിയ കോഴി മുട്ട ഇടുന്നതിൻ്റെ. അതേസമയം ഇത് അതിൽ കൂടുതൽ ഒരു കാരണവശാലും പിന്നെ തൂക്കം ഇല്ല. നാടൻ കോഴിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ പൂവൻകോഴിക്കായാലും 1,600 1,700 കൂടുതൽ ഒരിക്കലും തൂക്കം വരത്തില്ല. പിന്നെ ഈ ഇതിൻ്റെ മുട്ടയ്ക്ക് പ്രത്യേകതയുണ്ട്. പകുതി ഇതിന് സ്മെല്ലില്ല. പിന്നെ മറ്റുള്ള കോഴി മറ്റുള്ള കോഴി ഒരു 5 എണ്ണം തിന്നുന്നത്. അപ്പോൾ 5 എണ്ണത്തിന് കൊടുക്കുന്ന തീറ്റ ഇതൊരു 15 എണ്ണത്തിന് കൊടുക്കാനും. ഈ നാടൻ കോഴി തന്നെ ഈ എത്ര വെറൈറ്റീസ്? വെറൈറ്റീസ് ഇപ്പോൾ 5 വെറൈറ്റി. താടിക്കോഴിയുണ്ട്, പിന്നെ നേക്കിടിനൊക്കെയുണ്ട്, കാപ്പിരിയുണ്ട്, പിന്നെ തൊപ്പിക്കോഴിയുണ്ട്, പിന്നെ കുറുങ്കാലി. അങ്ങനെ 5 വെറൈറ്റി കോഴി എൻ്റെ കയ്യിലുണ്ട്. അത് പല കോഴി 90 കോഴി എന്നൊക്കെ പറയുന്ന കോഴി. 60 കോഴി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ശകലം കൂടെ മുഴുപ്പ് കുറവാണ്. 60 കോഴിക്കാണെങ്കിൽ ഒരു 15 മുട്ട വെക്കാം. 90 കോഴിക്കാണെങ്കിൽ ഒരു 20-18 മുട്ട വെക്കൽ. അങ്ങനെ ഇച്ചിരി പക്കുണ്ടെന്നുള്ളതല്ലാതെ പ്രത്യേക എത്ര മാസമായി കുഞ്ഞുങ്ങള്? ഇത് 40 ദിവസമായി. ഇതൊക്കെ ഓർഡറായി കിടക്കുന്നതായിരിക്കില്ലേ? ഇല്ല ഇത് നമ്മൾ പേരൻ സ്റ്റോക്കിന് ഇട്ടേക്കുന്നു. പേരൻ സ്റ്റോക്കിന് വേണ്ടിയിട്ട്. നമുക്ക് എന്നും വന്ന് സഹായിക്കുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. ആ കക്ഷി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും വരാഞ്ഞത്. ഇന്ന് വന്നില്ല. തന്നെയല്ല, ഇന്ന് ഭയങ്കരമായ മഴയായിരുന്നു. ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് ഭയങ്കരമായ മഴയാണ്. അതുകൊണ്ടായിരിക്കും ഇന്ന് വരാഞ്ഞത്. പക്ഷേ ഈ കോഴികളെ അടവെച്ച് കഴിഞ്ഞാൽ 21 ദിവസം ഇത് വിരിയുന്നിടം വരെയും ഇതിനെ ദിവസവും രാവിലെ ഇറക്കി വിടണം. ഇറക്കി വിട്ട് തന്നെ കയറി ഇരിക്കുമെങ്കിൽ തന്നെ രാവിലെ ഇതിനെ ഇറക്കി വിടണം. അതിന് തീറ്റ കൊടുക്കണം. പിന്നെ ആ കോഴി 10 ദിവസം കൂടെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിച്ച് ആ കോഴിയുടെ കീഴിൽ നിന്ന് തന്നെയാണ് നമ്മൾ പാത്തിക്ക് പിടിച്ച് കൊടുക്കുന്നത്. അത് മഴക്കാലമാകുമ്പോൾ ചൂട് കൊടുക്കേണ്ടി വരും, അല്ലാത്തപ്പോൾ ചൂട് കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റേതായ ഈ നാടൻ കോഴി വളർത്തൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ 9.5 വർഷമായിട്ട് നഷ്ടമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകത്തില്ല. കോഴിയെ വളർത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ തന്നെയും നഷ്ടം ഒരു കാരണവശാലും ഒരാളിൻ്റെ വീടുകൂടെ അതുകൊണ്ട് കഴിഞ്ഞു പോകും. ഒരാൾക്ക് ജോലിയും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പം അമ്മമാർ നമ്മളെ ഓരോ ജോലി ഏൽപ്പിക്കുമായിരുന്നു. ഒരു കമ്പൊക്കെ കൈ തന്നിട്ട് കോഴിയെ നോക്കാനാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ നമ്മൾ അരമണിക്കൂറൊക്കെ കൊണ്ടു നടക്കുന്ന കാഴ്ച പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഓരോ വീട്ടിലും തനി നാടൻ കോഴികൾ അമ്മയും കുഞ്ഞുങ്ങളും കൂടെ ഒക്കെ നടക്കുന്ന കാഴ്ച ഒരു പഴമയുടെ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ ഒരു തനത് ലൈനേജ് നിലനിർത്തി ഇപ്പോഴും ഇത്രയും വർഷക്കാലം കൊണ്ട് തോമസ് അച്ചായൻ ഇവിടെ നാടൻ കോഴികളെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.